Hi everyone, Kannur University BCom second year students, Financial Accounting second chapter, Final Accounts of Non-Corporate Entities എന്നതിലെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന ഭാഗമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട്? The manufacturing account is an account in the general ledger which is used to accumulate all the manufacturing cost of goods completed by a business during an accounting period. For a manufacturing business, the manufacture account needs to be prepared before completing the trading and profit and loss account. അതായത് ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ്, ആ ഗുഡ്സിൻ്റെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്താണ് എന്നതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ, അതായത് ബിസിനസ് മാനുഫാക്ചറിങ് ബിസിനസ് ആകാം, അല്ലാത്തതാകാം, അല്ലേ, ആ ട്രേഡിംഗ് ബിസിനസ് ആകാം. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നിർബന്ധമായും ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സാധാരണ ഒരു ട്രേഡിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് നിർബന്ധമായും പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. വൈൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് ഷോസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസസ്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്താണ് വരുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തായിരുന്നു? ഡയറക്റ്റ് എക്സ്പെൻസ് മീൻസ് ഡയറക്റ്റ് ടു പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ അത് മാനുഫാക്ചറിങ്ങിനാണ് ആവശ്യമായി വരുന്നത്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ദ റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, വൈൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺലി. മാനുഫാക്ചറിങ് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡീൽസ് വിത്ത് റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, റോ മെറ്റീരിയൽസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഫിനിഷ്ഡ് ഗുഡ്സ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്, മാനുഫാക്ചറിങ്ങിന് ശേഷം വരുന്ന അതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഓൺലി ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ്, ഫോമാറ്റ് ഓഫ് എ മാനുഫാക്ചറിങ് അക്കൗണ്ട്. അതായത് ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡെബിറ്റ് സൈഡ് എന്താണെന്ന് നോക്കാം. ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പ്രൊഡക്ഷന് വേണ്ടി കൺസ്യൂം ചെയ്ത റോ മെറ്റീരിയൽസ്. ആ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് പർച്ചേസ്. അപ്പോൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എക്സ്പെൻസ് മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് വേജസ്, കാരേജ് ഇൻവേർഡ്സ്, ഫ്രൈറ്റ്, ഫാക്ടറി റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഫാക്ടറി ലൈറ്റിംഗ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, വർക്ക്സ് മാനേജേഴ്സ് സാലറി, depreciation of plant and machinery, insurance of plant and machinery, repairs of plant and machinery, coal, gas and water, motive power, അതർ ഫാക്ടറി എക്സ്പെൻസ്. അതായത് ഫാക്ടറി എന്നുള്ള ഹെഡിൽ എന്ത് എക്സ്പെൻസ് വന്നാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും റിപ്പയേഴ്സ് ആണെങ്കിലും മാനുഫാക്ചറിങ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഐറ്റംസ് ആണ് എവിടെ വരുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ
ഫസ്റ്റ് വരുന്നത് ബൈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ്. അതേപോലെ സെയിൽ ഓഫ് സ്ക്രാപ്പ് മീൻസ് എന്താണ്? ലാസ്റ്റ് ഉപയോഗശൂന്യമായ ഏതെങ്കിലും ഒരു പാർട്സ് നമ്മൾ വിൽക്കുമ്പോൾ അതിന് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ്. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആണ് നമുക്ക് എന്തായി കിട്ടുന്നത്? ബാലൻസിങ് ഫിഗർ, അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആണ്. ഈ എമൗണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഈ എമൗണ്ടാണ് നമ്മൾ എവിടത്തേക്ക് മാറ്റുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അതായത് മാനുഫാക്ചറിങ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ടിന് ശേഷമുള്ള ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞു. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് എന്നുള്ളത് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായി വരുന്നതാണ്. പിന്നെ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇഫ് എനി, അതായത് പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ. പിന്നെ നെക്സ്റ്റ് കാരേജ് ഓൺ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതും അതേപോലെയാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് കാരേജ് ഓൺ പർച്ചേസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ് ഓഫ് എ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് എഴുതേണ്ടത്. അതായത് സെയിൽസ് ലെസ് റിട്ടേൺസ് ആണ് സെയിൽസ് റിട്ടേൺസ്. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ സെക്കൻഡ് ഐറ്റാണ് ഏത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് സൈഡാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ എന്താണ്? ബാലൻസ് എവിടെയാണ് വരിക? ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഗ്രോസ് ലോസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും. അതായത് ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാകുന്ന സമയത്ത് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് ഉണ്ടാകുക. അപ്പോൾ എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റാണ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം.